ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രിക്ക് ആൻഡ് ടോക്ക്. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇതെന്ത് ഐറ്റം എന്ന് മനസ്സിലായോ? നമ്മൾ ഉത്സവപ്പറമ്പിലും ബീച്ച് സൈഡിലൊക്കെ കാണുന്ന സുണ്ടൽ അല്ലെങ്കിൽ ചന ചാട്ട് മസാല എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിഭവമാണ് കേട്ടോ അത്. സാധാരണ ഇത് തമിഴ്നാട്ടിലുള്ളവരും ഹിന്ദിക്കാരൊക്കെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് അവരുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുകയെന്നൊന്ന് നോക്കിയാലോ? കുറേ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടുള്ള ഐറ്റമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇത്. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള ആളുകൾക്ക് ഇങ്ങനെയായാലും കഴിക്കാം കേട്ടോ. വെള്ളക്കടല ചേർത്തുണ്ടാക്കുന്ന ഈ വിഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താലേ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമാണ് കേട്ടോ ഇതിനായിട്ട്. ഒരു ചെറിയ ക്യാബേജിൻ്റെ പകുതി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കൊക്കെ ചെറിയ പീസുകളാക്കിയിട്ട് നുറുക്കിയെടുത്തത്. പിന്നെ വേണ്ടത് സവാളയാണ്. സവാള ചെറിയ പീസാക്കി നുറുക്കിയെടുക്കുക. പിന്നെ ഒരു 2 കുക്കുംബർ എടുത്തിട്ടുണ്ട്. ചെറിയ കുക്കുംബർ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 എടുത്തത്. വലുതാണെങ്കിൽ 1 മതി. അതിനെ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കുക. പിന്നെ മല്ലിയിലയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് വെജിറ്റബിൾസ് ആയിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെള്ളക്കടലയാണ് കേട്ടോ. വെള്ളക്കടല ഒരു 200-250 ഗ്രാം ഉണ്ടാവും ഇത്. ഈ കടല രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച ശേഷം ഉപ്പിട്ട് വേവിച്ചെടുത്തതാണിത്. നമ്മളിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അവരൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ള വലിയൊരു ആവി കയറുന്ന ഒരു പാത്രമല്ലേ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി പാത്രം മതിയാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കവും ഒക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എനിക്കിങ്ങനെയുള്ള വെറൈറ്റി ഫുഡുകളൊക്കെ ടേസ്റ്റ് ചെയ്യാനും ഇഷ്ടമാണ്, അതേപോലെ ഉണ്ടാക്കാനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ഞാനിത് വാങ്ങി കഴിക്കാറുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കൂടി നോക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ ഉണ്ടാക്കി നോക്കാന്നേ. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പൂൺ വെച്ചിട്ട് ഇതിൽ ഇളക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് പറ്റുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഇതിലിട്ടാലും മതി കേട്ടോ. ഇനി ഇത് മൂടി വെച്ച ശേഷം 1-2 മിനിറ്റ് ആവി കയറ്റി എടുക്കേണ്ടതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊരു പച്ച കടിക്കുന്നൊരു ടേസ്റ്റ് കൂടി വേണമല്ലോ. അപ്പോൾ അത് 1-2 മിനിറ്റ് ഞാൻ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഐറ്റമാണ്. 4 മണിക്കൊക്കെ നമുക്കത് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. കടലിട്ടതിന് ശേഷമായാലും ജസ്റ്റ് 1 മിനിറ്റ് അടുത്ത് ആവി കയറ്റേണ്ടതുള്ളൂ. ഇനി ബാക്കി നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അവർ ചാട്ട് മസാല പോലെ എന്തോ ആണ് ചേർക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ചിക്കൻ മസാല ഇട്ടിട്ടും ഏകദേശം സെയിം ടേസ്റ്റ് തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെറിയ സ്പൂണിൽ 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഇടാം. അപ്പോൾ നോക്കിയിട്ട് മതി, ഓവറായിട്ട് മസാലക്കുത്ത് ഉണ്ടാവരുത്. പിന്നെ ചെറിയൊരു പാക്കറ്റ് ടൊമാറ്റോ സോസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 10 രൂപയുടെ പാക്കറ്റാണ്. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ആ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും മസാലയൊക്കെ കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ആ കടലയും വെജിറ്റബിൾസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ അടിയിലിട്ടിരിക്കുന്ന മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് ഒട്ടും ചൂടാറാതെ വേണം നമ്മൾ അപ്പം തന്നെ മിക്സ് ചെയ്യാനായിട്ട്. ചൂടാറി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ അപ്പം തന്നെ റെഡിയാക്കാനായിട്ട് നോക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്മെല്ല് വരും കേട്ടോ. അവരുണ്ടാക്കുന്ന ആ സ്മെല്ല് കിട്ടും നമുക്ക്. പിന്നെ ഇത് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചന ചാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടോടെ കഴിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.